ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം സമാധാനമായിട്ട് വെളിയിലിരുന്നു. നല്ല തണുത്ത കാറ്റും താഴെ പുഴയുടെ ശബ്ദവും അതിനൊപ്പം കുയിലിൻ്റെ ചെറിയ സൗണ്ടും ഇടയ്ക്കൊക്കെ കാട്ടുകോഴിയുടെ ശബ്ദമൊക്കെ ഇവിടെ കേൾക്കാറുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ കേട്ട് അമ്മച്ചിയമ്മയുടെ സ്പെഷ്യൽ കട്ടൻ കാപ്പിയും കുടിച്ച് കുറച്ച് സമയം ഒന്നും ആലോചിക്കാതെ വെളിയിലേക്ക് നോക്കി കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്നല്ലേ, ബീഫ്. വെറും ബീഫല്ല കേട്ടോ, നല്ല അടുപ്പിലുണ്ടാക്കിയ കിടിലം ബീഫ്. അതിനാദ്യമേ തന്നെ മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അമ്മച്ചമ്മയുടെ സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. ആ സമയത്ത് നമ്മളിപ്പോഴത്തെ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. നല്ല തീയൊക്കെ വന്നതിന് ശേഷം പാത്രം ചൂടാവാൻ വെച്ചു. ഈ സമയത്ത് അത് കഴിഞ്ഞിടാനോട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും മസാലയൊക്കെ റെഡിയാക്കണമല്ലോ. അതിനൊക്കെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളവിടെ മിക്സിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അതൊക്കെ അരകല്ല്, ഇടികല്ല് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് മസാലയൊക്കെ റെഡിയാക്കുന്നത്. ശരിക്കും കുറച്ചേറെ സമയം എടുക്കും കേട്ടോ. എന്നാലും ടേസ്റ്റിന് നല്ല രീതിയിലൊരു ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഇടികല്ലിൽ നമ്മളെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇടിച്ച് റെഡിയാക്കുകയും ഇതിന് ചേർക്കേണ്ട മസാല നല്ല വെണ്ണ പോലെ ഒന്നാന്തര അരകല്ലിൽ അരച്ച് സെറ്റാക്കുകയും ചെയ്യുന്നുണ്ട്. ടൈം കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ ഈ പ്രോസസ്സിന് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുമെങ്കിലും കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ടേസ്റ്റില്ലേ, അത് അപ്പാരമാണ്. എന്തായാലും നമ്മളിപ്പുറത്ത് ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയും ചൂടായതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടു. അതിൻ്റെ മൂപ്പ് വരുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ ടൈം ആകുമ്പോൾ. അങ്ങനെ അതിൻ്റെ ഒരു പാകം നോക്കി കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കും. സവോളയും പാകത്തിന് ചേർത്തതിന് ശേഷം ആണ് മസാലക്കൂട്ട് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സവോളയൊക്കെ റെഡിയാവുന്ന സമയത്ത് ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് സംസാരിക്കാം. ഇത് വെമ്പിളി. നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ പേര്. മുണ്ടക്കത്തിനപ്പുറത്താണ് വെമ്പിളി എന്ന് പറയുന്ന ഈ മനോഹരമായ സ്ഥലം. എൻ്റെ അമ്മ വീട് ഇവിടാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം കേട്ടോ ഇത്. ഒരുപാട് കുട്ടിക്കാലത്തെ ഓർമ്മകൾ. അതിനപ്പുറം തന്നെ ഗ്രാമീണത ഇപ്പോഴും ഇവിടെ തിങ്ങി നിൽക്കുന്നുണ്ട്. ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യരും ശാന്തമായ പ്രകൃതിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതും പറയണമല്ലോ. നിങ്ങൾക്കറിയായിരിക്കും, വെമ്പിളിക്ക് മുകളിലേക്ക് നമ്മൾ ഒരു അരമണിക്കൂർ സഞ്ചരിക്കുകയാണെങ്കിൽ ഉറുമ്പിക്കര എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഇപ്പോൾ അത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒരുപാട് റിസോർട്ട്സൊക്കെ ഇപ്പോൾ ഇവിടെ സ്റ്റേക്കേഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഉറുമ്പിക്കരയെക്കുറിച്ച് സ്പെഷ്യൽ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായല്ലോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ബീഫിൻ്റെ കൂടെ ഇവിടെ കുറച്ച് ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കിയത്. അതൊക്കെ ആസ്വദിച്ച് കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന്.